ഇന്ന് സൺഡേ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കണത്. അപ്പോൾ ഇന്ന് പുറത്തോട്ടൊന്ന് പോവാണ്ട്. അപ്പോൾ ഞാൻ എണീറ്റപ്പോഴാണ് കേട്ടോ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നത്. ആ സമയത്താണ് അമ്മ വിളിച്ചത്. ഇന്ന് വൈമാളിൽ ഓഫർ സെയിൽ നടക്കുന്നതാണ്. 50% ഓഫ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാവും അറിയില്ല. അപ്പോൾ ഇന്നൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കാലത്ത് തന്നെ എണീക്കാൻ ലേറ്റായി. സൺഡേ ആയി കഴിഞ്ഞ് ഇവിടെ നേരെ വൈകിട്ടാണ് കേട്ടോ എണീക്കാം. അപ്പോൾ വേഗം തന്നെ ഞാൻ അരിക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് വേഗം പണി തീർത്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അച്ഛനെ വീട്ടിലാക്കിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അച്ഛനെ കൊണ്ടായി ശരിയാവില്ല, നല്ല തിരക്കുണ്ടായിരിക്കുന്നു. ലാസ്റ്റ് ദിവസമാണ് ഓഫർ സെയിലിൻ്റെ. അപ്പോൾ ഞാൻ എണീറ്റ് വഴിക്കത്തെ പല്ലൊക്കെ തെച്ചിട്ട് വെള്ളം കുടിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഗോതമ്പിൻ്റെ പത്തിരി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അച്ഛനത് ഇഷ്ടപ്പെടുന്നൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഗോതമ്പിൻ്റെ പത്തിരിയാണ് കേട്ടോ. അപ്പോൾ വേഗം തന്നെ പണിയൊക്കെ തീർത്തിട്ട് വേഗം ഇറങ്ങണം. എന്താ വെച്ചാൽ മഴക്കാലമൊക്കെ അല്ലേ, ലേറ്റ് ആവാൻ നിന്നാൽ പിന്നെ പണിയാവും. അച്ഛനെ വീട്ടിലിറക്കാൻ വേണം, പിന്നെ വരുമ്പോൾ അവളെ പിക്ക് ചെയ്യാൻ വേണം. അപ്പോൾ വേഗം തന്നെ പണിയൊക്കെ തീർത്തിട്ട് കൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. ഗോതമ്പിൻ്റെ പത്തിരി ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ് കേട്ടോ. കൈപ്പത്തിരി എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ കയ്യിലൊരു ഉണ്ട പോലെ ഇങ്ങനെ എടുത്തിട്ട് പിന്നെ നമ്മൾ പാനിലേക്ക് ഇങ്ങനെ പരത്തി കൊടുക്കുകയാണ് കേട്ടോ കൈ കൊണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഷേപ്പാക്കിയിട്ട് നല്ല ഇത്തിരി വട്ടത്തിലൊക്കെ ആക്കി ഷേപ്പാക്കിയിട്ട് നമുക്ക് പരത്തിയെടുക്കാവുന്നുള്ളൂ കേട്ടോ. ഇന്ന് പിന്നെ ലേറ്റ് ആയതുകൊണ്ട് മീനൊന്നും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ കുറച്ച് ചെറുപയറുണ്ടായിരുന്നു. അപ്പോൾ അത് പുഴുക്ക് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നൈറ്റിലേക്ക് ഫുഡ് എന്തെങ്കിലും പിന്നെ എന്തായാലും മാളിൽ പോയിട്ട് വരുമ്പോൾ എന്തെങ്കിലും മേടിക്കാണ്ടിരിക്കില്ല. അപ്പോൾ അവിടെ നിന്ന് മേടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് എന്തായാലും. അപ്പോൾ ചെറുപയറൊക്കെ ഞാൻ വേഗം തന്നെ കുക്കറിൽ കയറ്റി വേഗം അതൊക്കെ തന്നെ കാച്ചി അടുപ്പത്താക്കിയിട്ട് വേണം ഇനി പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെറുപയറൊക്കെ അടുപ്പത്ത് കയറ്റി ഞാനും ഉണ്ണിയൊക്കെ ചായ കുടിക്കാൻ പോയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ വേഗം തന്നെ ചായ കുടിച്ച് ഇനി വേഗം കുളിച്ച് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനിടയ്ക്കുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടിയിട്ട് ഓട്ടോയിൽ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അവിടെ അച്ഛനെ ഇറക്കിയിട്ട് വേണം പിന്നെ അവിടെ നിന്ന് ബസ്സിന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ വേഗം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നേരം വൈകി കഴിഞ്ഞാൽ പിന്നെ പണിയാവും, കാരണം വൈകും തോറും തിരക്ക് കൂടും അവിടെ. അപ്പോൾ വേഗം തന്നെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ അച്ഛനെ വീട്ടിൽ ഇറക്കിയിട്ട് ഞങ്ങൾ ബസ് സ്റ്റോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വീഡിയോസൊന്നും ഞാൻ പിന്നെ അതിൻ്റെ ഇടയിലുള്ളതൊന്നും എടുത്തില്ല കേട്ടോ. എടുക്കാൻ പറ്റിയില്ല എനിക്ക് സത്യം പറഞ്ഞാൽ. ചേട്ടൻ പറഞ്ഞു വേഗം തന്നെ പോയി, ഇനി നേരം വൈകണ്ടെന്ന് പറഞ്ഞിട്ടേ. അപ്പോൾ പിന്നെ വീഡിയോസൊന്നും എടുക്കാൻ നിന്നില്ല. അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം ഉണ്ട് ബസ് സ്റ്റോപ്പിലേക്ക്. അപ്പോൾ ആ ഭാഗത്ത് കാണുന്നതാണ് കേട്ടോ ബസ് സ്റ്റോപ്പ്. കുറച്ച് അവിടേക്ക് എത്തണം, അറ്റത്തേക്ക് എത്തണം. അപ്പോൾ അങ്ങനെ ബസ് കയറി ഞങ്ങൾ മാളിലെത്തി എൻട്രൻസ് വഴി കയറി. ഫുള്ള് തിരക്കെന്ന് വെച്ചാൽ ഫുള്ള് തിരക്ക്. സൂചി കുത്താൻ പോലും ഇടയില്ല കേട്ടോ, അത്രയ്ക്കും തിരക്കാണ് അവിടെ. ഇന്നായിരുന്നു ഓഫർ സെയിലിൻ്റെ ലാസ്റ്റ് ദിവസം, അതുകൊണ്ടാണ് തോന്നുന്നത് ഇത്രയ്ക്കും തിരക്ക്. സൂചി കുത്താൻ പോലും സ്ഥലം ഉണ്ടായിരുന്നില്ല, അത്രയ്ക്ക് തിരക്കായിരുന്നു കേട്ടോ. എല്ലാ ഷോപ്പുകളിലും നല്ല തിരക്ക്. ഹൈപ്പർ മാർക്കറ്റിലൊക്കെ ഭയങ്കര തിരക്കാണ്. നമുക്ക് ബില്ല് ചെയ്യാനൊന്നും ക്യൂ നിൽക്കാൻ പോലും സ്ഥലമില്ല എന്ന് പറയില്ലേ, അത്രയ്ക്കും വലിയ ക്യൂ ആയിരുന്നു. ട്രോളിയും കൊണ്ടിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ പോകാൻ തന്നെ പറ്റിയിരുന്നില്ല കേട്ടോ. അപ്പോൾ ചേട്ടന് കുറച്ച് ഡ്രസ്സൊക്കെ നോക്കാമെന്ന് വിചാരിച്ച് കയറി. അപ്പോൾ ഒരു കടയിൽ കയറിയപ്പോൾ ശരിയായില്ല കേട്ടോ. പിന്നെ അടുത്ത ഷോപ്പിൽ കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫുൾ അവിടെ കറങ്ങി നടന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ ഓരോന്ന് നോക്കിയിട്ട് ഏതിനൊക്കെ ഓഫറുള്ളതെന്നൊക്കെ നോക്കിയിട്ട് വീട്ടിൽ നിന്ന് പോകുമ്പോൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ഐറ്റംസ് ഒക്കെ മേടിക്കാമെന്ന്. പക്ഷേ അവിടെ പോയപ്പോൾ ചിലതിന് ഓഫറുണ്ട്, ചിലതിന് ഓഫറില്ല കേട്ടോ. അങ്ങനെയാണ് അവിടെ ഇട്ടിട്ടുള്ളത്. വിചാരിച്ചപ്പോൾ എല്ലാത്തിനും ഓഫർ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷേ ഓരോന്നിനും ഓഫറുള്ളടത്ത് വേറെ ഇങ്ങനെ 50% എന്തെങ്കിലും എഴുതിയിട്ടുണ്ടായിരുന്നു. ഓഫറില്ല, അവളുണ്ട്, അതിന് ഓഫറുണ്ട്. ഓഫർ സെയിലൊക്കെ നോക്കി നടന്നിട്ട് അവസാനമാണ് കേട്ടോ ആൾക്ക് ഡ്രസ്സ് കിട്ടിയത്. അപ്പോൾ അങ്ങനെ ആൾ കിട്ടിയ ഡ്രസ്സ് ട്രയൽ ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം തിരക്കുണ്ട്. ഇവിടെ അതെ ഡ്രസ്സ് ഷോപ്പിലായാലും അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. അപ്പോൾ ആൾ ഡ്രസ്സൊക്കെ ഇട്ട് നോക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഡ്രസ്സൊക്കെ എടുത്ത് പിന്നെ പുറത്തേക്ക് കടന്നു കേട്ടോ. പിന്നെ പോയത് ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് കേട്ടോ. കുറച്ച് ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അവിടെ പോയപ്പോഴും നല്ല തിരക്ക്, ട്രോളി വരെ കിട്ടാനില്ല. അങ്ങനെ ചേട്ടൻ ട്രോളി പോയി തപ്പിയിട്ട് അപ്പോൾ ഞാനങ്ങനെ അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു കേട്ടോ. പിന്നെ ചേട്ടൻ വന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡ് ഐറ്റംസൊക്കെ മേടിച്ച് ഇറങ്ങിയിട്ടാണ്. ഞങ്ങൾ പോരുന്ന സമയത്തും ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളൊരു 4-5 മണിയായപ്പോൾ ഇറങ്ങി.